കുതിരാൻ തുരങ്കം വന്നതോടെ പ്രകൃതി ഒരുക്കിയ അത്ഭുതത്തിൽ മനോഹരമായ ഒരു ക്ഷേത്രമുണ്ട് തൃശ്ശൂരിൽ. കുതിരാൻമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. തുരങ്കം വരുന്നതിന് മുൻപ് വാഹനങ്ങൾ കടന്നുപോയിരുന്ന പഴയ ദേശീയപാതയോരത്താണ് ക്ഷേത്രമുള്ളത്. ഇന്ന് ഈ പ്രദേശം പൂർണ്ണമായും വനമായി മാറിയിരിക്കുന്നു. മലയുടെ ഓരത്ത് വനത്തിന് നടുവിൽ കാവലാളാവുകയാണ് കുതിരാൻമല ധർമ്മശാസ്താവ്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് കുതിരാൻ തുരങ്കം. വലിയ മല തുരന്ന് വികസനത്തിന്റെ ചൂളം വിളി മറുഭാഗത്തേക്ക് എത്തിയ വലിയ വികസനം. ഈ വികസനം ഉണ്ടായപ്പോൾ മറ്റൊരു ദേശീയപാത നിർജീവമായി. പഴയ ഒരു ചരിത്രത്തിന്റെ അവശേഷിപ്പുണ്ട്, അതായത് മുൻപുണ്ടായിരുന്ന പഴയ ദേശീയപാത. ഇന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ ദേശീയപാത കല്ലെല്ലാം കൊണ്ട് അടഞ്ഞ നിലയിലാണ്. ആ കല്ലുകളൊക്കെ വന്നത് ഈ പുതിയ ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് കുതിരാൻ തുരങ്കം, ആ തുരങ്കം ഉണ്ടായ സമയത്ത് വന്ന വേസ്റ്റുകളാണ് ഇട്ടിരിക്കുന്നത്. ആ വേസ്റ്റുകളെല്ലാം ഇവിടെയാണ് ഇട്ടിരിക്കുന്നത്. ഇതിനു മുൻപ് വാഹനങ്ങളൊക്കെ സജീവമായി പോയിരുന്ന ഒരു പ്രദേശം ഇപ്പോൾ അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു വനമായി മാറിയിരിക്കുകയാണ്. ഈ കുതിരാൻ തുരങ്കത്തിന്റെ മുകളിൽ ഒരു വനം തന്നെയാണ്. ആ വനം പ്രദേശം പൂർണ്ണമായിട്ടും ഇപ്പോൾ ഈ പഴയ പ്രദേശം പൂർണ്ണമായിട്ടും വനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആ പഴയ ദേശീയപാത വഴി അല്പം ഒന്ന് മുന്നോട്ട് പോകും. നമ്മൾ പറഞ്ഞു വന്നത് റോഡിന്റെ ചരിത്രത്തെക്കുറിച്ചല്ല, മുൻപ് അതായത് പഴയ ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ്. അതായത് കുതിരാൻ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തെക്കുറിച്ച്. ഇന്നിപ്പോൾ ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം നിബിഡമായിട്ടുള്ള വനമാണ്. എൻ്റെ പിന്നിൽ ആ ദൃശ്യങ്ങളൊക്കെ കാണാം. ഈ വന്യമൃഗങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ്. ഈ ഭാഗത്തൊക്കെ സ്ഥിരമായിട്ട് കാട്ടാനകളൊക്കെ വരുന്ന സ്ഥലമാണ്. എന്തായാലും ഒരു കാനനത്തിൽ കാനന സൗന്ദര്യത്തോടു കൂടിയിരിക്കുന്ന ആ ഒരു കുതിരാനിലെ അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. പഴയ ദേശീയപാത സജീവമായിരുന്ന കാലഘട്ടത്തിൽ ഇതിനു വഴി എല്ലാ വാഹനങ്ങളും കടന്നുപോയിരുന്നത് ഈ റോഡ് വഴിയാണ്. ആ പോകുന്ന സമയത്തെല്ലാം അയ്യപ്പസ്വാമിയുടെ മുന്നിൽ വന്ന്, കുതിരാനിലെ ധർമ്മശാസ്താ ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് ആ വാഹനങ്ങളിലുള്ള യാത്രക്കാരൊക്കെ യാത്ര ചെയ്തിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അങ്ങനെയില്ല. ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നവർ മാത്രമാണ് ഇവിടേക്ക് എത്താറുള്ളത്. എന്തായാലും ഇപ്പോൾ ആ ക്ഷേത്രം ഒരു കാനന സൗന്ദര്യത്തിന്റെ മറ്റൊരു ഉദാഹരണമായി മാറുകയാണ്. സാധാരണ ശബരിമല ക്ഷേത്രം എങ്ങനെയാണോ ഉള്ളത്, അതിന്റെ മറ്റൊരു പതിപ്പായിട്ട് ഈ കുതിരാനിലെ ധർമ്മശാസ്താ ക്ഷേത്രം മാറുകയാണ്. വലിയ രീതിയിൽ ഭക്തരൊക്കെ എത്തുന്ന ഒരിടമായിട്ട് ഈ കുതിരാനിലെ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം മാറുകയാണ്. പൂജ പറഞ്ഞാൽ ഭഗവാനുള്ളത് നമ്മൾ ശാസ്താ പൂജയായിട്ട് ചെറുതായിട്ട് ചെയ്യണം. ശാസ്താ പൂജയുണ്ട്, പിന്നെ വലുതായിട്ട് ഒരു ദിവസത്തെ പൂജ, ചുറ്റുവിളക്ക്, നിർമാല ചുറ്റുവിളക്ക്, അങ്ങനെ ആയിട്ടുണ്ട്. ഒരു ദിവസത്തെ പൂജയായിട്ട് അഗസ്ത്യ വഴിപാട്, അങ്ങനെ കാര്യങ്ങളുണ്ട്. പിന്നെ കാലത്ത് 5 മണിക്ക് തുടങ്ങിയിട്ട് 6:30 ഉഷപൂജ, ഉച്ചയ്ക്ക് 10 മണിക്ക് ഉച്ചപൂജ, 11 മണിയാകുമ്പോൾ നടയടിക്കും. വൈകിട്ട് 5 മണി തൊട്ടിട്ട് 8 മണി വരെ. ഇത് ഇപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്, അത്യാവശ്യം ആൾക്കാർ വന്ന് തൊഴുതിട്ട് പോകണമെന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. പഴയ പോലെ ഇത് വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഭഗവാന് വേണ്ടവർ വന്നിട്ട് തൊഴുതിട്ട് അങ്ങനെ റിട്ടേൺ തിരിഞ്ഞു പോകും. പദയാത്രക്കാർ വരുമ്പോൾ നടന്നു വരുമ്പോൾ ഭക്ഷണവും കഞ്ഞിന്നൊക്കെ കൊടുത്തിട്ട് അവർ ഇവിടെ തങ്ങിയിട്ട് പോകും. അപ്പോൾ ഇടത്താവളം എന്നാണ് പറയുക. നടന്നു വരുന്നത് പദയാത്രക്കാർക്ക് ഇടത്താവളമായിട്ട് ഇങ്ങനെ പറയും. പിന്നെ നമ്മൾ ശനീശ്വര ഹോമം നടത്താറുണ്ട്. 2ാം ശനിയാഴ്ചയായിട്ട് ശനീശ്വര ഹോമം നടത്താറുണ്ട്. പിന്നെ നമ്മൾ ഹോമമായിട്ട് ചെയ്യുന്നുണ്ട്. മുട്ടടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഹോമമായിട്ട് ചെയ്യാറുണ്ട്. മാസത്തെ അവസാനത്തെ ഞായറാഴ്ചയായിട്ട് വരും. വനമാണ്, സൗന്ദര്യമാണ്, ശാന്തതയാണ്.
ഇതെല്ലാം ഒത്തുചേരുന്ന ഇടമാണ് കുതിരാനിലെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്ക് വലിയ രീതിയിലുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്കാണ് ഇപ്പോൾ ഉള്ളത്. മുൻപ് ഈ റോഡ് എങ്ങനെയായിരുന്നോ സജീവമായിരുന്നത്, അക്കാലത്ത് എങ്ങനെയാണോ ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തിയിരുന്നത്, അതിന് സമാനമായിട്ടുള്ള തിരക്കാണ് കുതിരാനിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വാജിവാഹനനായിട്ടുള്ള അയ്യപ്പസ്വാമിക്കും VM മനുകൃഷ്ണയ്ക്കും വിഷ്ണുവിനുമൊപ്പം സാനു കെ സജീവ്, ജനം, തൃശൂർ.